വെൽക്കം ടു മൈ ചാനൽ. സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്, സ്കൂൾസ് ഓഫ് സൈക്കോളജി. ഫസ്റ്റ് സൈക്കോളജി എന്താണെന്ന് നോക്കാം അല്ലേ. നമുക്കറിയാം മനുഷ്യൻ്റെ ചിന്തകളും അല്ലെങ്കിൽ അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി മനഃശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് അല്ലേ. ഇത് വളർന്ന് മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി പല രീതിയിൽ ചിന്തിക്കുന്ന സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനെ അനുസരിച്ച് നമുക്ക് ആ സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ്, ജസ്റ്റാൽ സൈക്കോളജി, അങ്ങനെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് 19th സെഞ്ച്വറിയിലായിരുന്നു. വൂണ്ട് ആൻഡ് വില്യം ജെയിംസ് ആണ് എൻ്റെ മെയിൻ ഈ ഒരു സ്റ്റഡിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയ രണ്ട് സൈക്കോളജിസ്റ്റായിരുന്നു വില്യം വൂണ്ട് ആൻഡ് വില്യം ജെയിംസ്. ഇവരെയാണ് നമുക്ക് ഇതിൻ്റെ പയനിയേഴ്സ് എന്ന് വിളിക്കാം, പയനിയേഴ്സ് ഓഫ് സൈക്കോളജി. ആൻഡ് പലവിധ മനസ്സിനെ മനസ്സിലാക്കാനായിട്ടുള്ള പല കാലത്തായിട്ട് പല ഡിവിഷൻസ് വന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ട്രക്ചറലിസം. മനസ്സിനെ ബേസിക് എലമെൻറ്റ്സ് അനലൈസ് ചെയ്തിട്ട് ഉള്ള ഒരു സ്റ്റഡിയാണ് സ്ട്രക്ചറലിസത്തിൽ. അതിൻ്റെ മെയിൻ ആ ഒരു ഫോം കൊണ്ടുവന്ന മെയിനായിട്ടുള്ള നമ്മുടെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ആ ഒരു പീരീഡിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് വില്യം വൂണ്ട് ആൻഡ് ടിച്ച്നർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സ്ട്രക്ചറലിസം എന്ന് വെച്ചാൽ ഫങ്ഷനെ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിൻ്റെ ഫങ്ഷനും പർപ്പസും ആണ് ഈ ഒരു ഫീൽഡിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. വില്യം ജെയിംസ് ആയിരുന്നു ഈ ഫീൽഡിൽ ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു മനസ്സിലാക്കി തന്നിരുന്നത്. അത് കഴിഞ്ഞ് സൈക്കോ അനാലിസിസ് എന്ന് വെച്ചാൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ച് സംസാരിച്ചതാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ബിഹേവിയറിസം നമ്മൾ മറന്നുപോയി. ബിഹേവിയറിസം കണ്ടുപിടിക്കാൻ പറ്റാത്തതായ ബിഹേവിയർ മാത്രമാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇൻട്രോസ്പെക്ഷനെക്കുറിച്ച് അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്തു. കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചുകൊണ്ടിരുന്നതാണ് ബിഹേവിയറിസം. ജോൺ വാട്സൺ, സ്കിന്നർ ഒക്കെയായിരുന്നു ആ ഒരു ടൈം